എംഎൽഎമാരുടെ കണക്കനുസരിച്ച് കോൺഗ്രസിന് വിജയം എളുപ്പമായിരുന്നു. എന്നാൽ കുതിരക്കച്ചവടവുമായി BJP ഇറങ്ങിയതോടെ സർക്കാരിനൊപ്പമുണ്ടായിരുന്ന 9 എംഎൽഎമാർ മറുകണ്ഠം ചാടി. മനു അഭിഷേക് സിംവിക്കും BJPയിലെ ഹർഷ് മഹാജനും 34 വോട്ട് വീതം. നറുക്കെടുപ്പിൽ ഹർഷ് മഹാജന് വിജയം. ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടെന്നും തനിനിറം കാട്ടിയവരെ ജനം തിരിച്ചറിയുമെന്നും കോൺഗ്രസ്. എംഎൽഎമാരെ BJP ഹരിയാനയിലേക്ക് തട്ടിക്കൊണ്ടുപോയി എന്ന ഗുരുതര ആരോപണമുയർത്തി മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നു. जो विधायक व्हिप जारी करने के बाद भी नहीं आए हैं, उसके बारे में हमारी पार्टी भी विचार करेगी और निश्चित तौर पर मैं कह सकता हूं कि आज जिस प्रकार भारतीय जनता पार्टी ने हमारे विधायक को धमकाने की जो कोशिश की है, कांग्रेस पार्टी उसका विरोध करती है. ഹിമാചൽ സർക്കാർ കനത്ത പ്രതിസന്ധിയിലാണ്. BJP ഉടൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. സർക്കാരിൽ വേണ്ട പരിഗണന ലഭിക്കാതിരുന്ന എംഎൽഎമാരുടെ അതൃപ്തിയാണ് സർക്കാരിനെ പതനത്തിന്റെ വക്കിലെത്തിച്ചത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കർണാടകത്തിൽ NDAയുടെ അട്ടിമറി നീക്കം കോൺഗ്രസ് തകർത്തു. 3 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചതിന് പുറമെ ഒരു BJP MLA കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതും നേട്ടമായി. അതേസമയം ഉത്തർപ്രദേശിൽ 8 സമാജ്വാദി പാർട്ടി MLAമാർ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതായാണ് റിപ്പോർട്ട്. SP-യുടെ ചീഫ് വിപ്പ് വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് രാജിവെച്ചു. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.